എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു മട്ടൻ കുറുമ ഉണ്ടാക്കാം. ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും ഇതേ റെസിപ്പിയിൽ തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 4 പേർക്ക് വരെ ഈ കറി നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. കറി തയ്യാറാക്കാൻ വേണ്ടി ആദ്യം വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണ്. അപ്പോൾ ഒരു 15 വെളുത്തുള്ളി, ഒരു 2 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി, ഒരു 4 മുതൽ 6 വരെ പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ക്രഷ് ചെയ്തോ അല്ലെങ്കിൽ ഇതുപോലെ ഇടിച്ചോ ഒന്ന് മാറ്റി വയ്ക്കാം. ഒരുപാട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണ്ട, ഇതുപോലെ ഒന്ന് ഇടിച്ചെടുക്കുന്നതാണ് നല്ലത്. മട്ടൻ വേവിച്ചെടുക്കുന്നത് കുക്കറിലാണ്. നല്ല സ്ലോ കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് നല്ല സോഫ്റ്റായി കിട്ടുക. അപ്പോൾ കുക്കർ എടുക്കാം. കുക്കറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 2 സവാള ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴണ്ട് ട്രാൻസ്പെറൻ്റായി വരുമ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. ഒന്നങ്ങ് മിക്സ് ചെയ്യുക. പൊടികളുടെ ഒരു പച്ചമണമൊക്കെ മാറി ഒരു സ്മെല്ല് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. 1/2 കിലോ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച മട്ടൻ നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മട്ടൻ 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഇതിൽ തന്നെ വെക്കാം. അതിന് ശേഷമാണ് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കേണ്ടത്. മട്ടനിലേക്ക് വെള്ളത്തിന് പകരം തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. തേങ്ങാപ്പാൽ 2ാം പാലാണ് ചേർക്കുന്നത്. അതായത് തിന്നായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർക്കാം. ഏകദേശം 1 കപ്പ് തേങ്ങാപ്പാൽ, 250 ml കപ്പിൽ 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. വളരെ തിന്നാണ്. ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ആദ്യത്തെ ഒരു 2 വിസിൽ ഹൈ ഫ്ലെയിമിലും അതിനുശേഷം 4 മുതൽ 6 വരെ വിസിൽ ലോ ഫ്ലെയിമിലും വെച്ച് അടിച്ചെടുത്താൽ നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ ഈ മട്ടൻ വെന്ത് കിട്ടും. പ്രഷർ മുഴുവൻ പോയതിന് ശേഷം മാത്രം ഇതുപോലെ തുറന്ന് നോക്കുക. തുറന്ന് നോക്കുമ്പോൾ ഇതിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. ഒരുപാട് ഉണ്ടാവില്ല. നമ്മൾ ചേർത്ത് കൊടുത്ത കുറച്ച് വെള്ളം ഉണ്ടാവും. മട്ടനൊക്കെ നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി മട്ടൻ കുറുമ തയ്യാറാക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി വയ്ക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. 2-3 ചെറിയ കഷ്ണം പട്ട ചേർക്കാം. ഒരു 4 ഏലക്കായ ചേർക്കാം. ഒരു 10 ചെറിയുള്ളി ചെറുതായി മുറിച്ചത് സ്ലൈസ് ചെയ്തത് ചേർക്കാം. കുറച്ച് കാഷ്യൂനട്ട് ചേർക്കാം. കുറച്ച് കിസ്മിസ് ചേർക്കാം. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ വറുത്തെടുത്ത മിക്സ് ഒന്നുകിൽ നിങ്ങൾക്ക് ആ മട്ടനിലേക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ മട്ടൻ വേവിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ടായാലും സെയിം ആണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് മട്ടൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. നല്ല ചൂടുണ്ടായതുകൊണ്ട് തന്നെ നന്നായി തിളച്ച് വരും. തിളച്ച് വന്നതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ക്രഷ് ചെയ്ത കുരുമുളക് ചേർക്കണമായിരിക്കും നല്ലത്. ഇനി ഇതൊന്ന് ചൂടായി തിളച്ച് വരുന്ന സമയത്ത് 1/2 കപ്പ് 1ാം പാൽ, നല്ല കട്ടിയുള്ള 1ാം പാൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടാക്കി എടുത്താൽ മട്ടൻ കുറുമ റെഡിയാണ്. നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തി, പൊറോട്ട, അപ്പം, പത്തിരിയുടെ ഒക്കെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. അപ്പോൾ ഈ മട്ടൻ കൂടാതെ തന്നെ ഇത് ചിക്കനിലും ബീഫിലൊക്കെ ഇതേ റെസിപ്പി തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്